ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം മത്തായി 25:14 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ ആദ്യ ഭാഗം നമുക്ക് ഏറെ സുപരിചിതമായ താലന്തുകളുടെ കഥയും രണ്ടാം ഭാഗം അന്ത്യവിധിയെക്കുറിച്ചും പറയുന്നു. ഇതിൽ യജമാനൻ 3 ദാസന്മാർക്ക് 5, 2, 1 എന്ന ക്രമത്തിൽ താലന്തുകൾ നൽകുന്നു. ആദ്യത്തെ 2 പേർ അത് വ്യാപാരം ചെയ്ത് ഇരട്ടിപ്പിച്ചു യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമൻ താലന്ത് കുഴിച്ചിട്ട് യജമാനന്റെ ശാപത്തിന് വിധേയനാകുന്നു. ഇവിടെ താലന്തുകൾ ആത്മീയ ഫലങ്ങളായി വ്യാഖ്യാനിക്കാം. സ്നേഹം, ദയ, വിശ്വസ്തത തുടങ്ങിയ ഫലങ്ങൾ അപരന് വേണ്ടി വ്യാപാരം ചെയ്തവർ സ്വർഗത്തിൽ ഇരട്ടിപ്പിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ കർത്താവ് സ്വർഗരാജ്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് എളിയവരിലും ബലഹീനരിലും ദൈവത്തെ ദർശിച്ചവരെയാണ്. വിശന്നവർക്ക് ഭക്ഷണവും കുടിപ്പാനും നൽകിയ, നഗ്നരെ ഉടുപ്പിച്ച്, രോഗികളെ സന്ദർശിച്ച് ആശ്വാസം നൽകിയ മനുഷ്യരാണ് അധികത്തേക്ക് വിചാരകരാകുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ച ആത്മീയ ഫലങ്ങൾ എളിയവർക്ക് ആശ്വാസം നൽകാൻ ഈ നോമ്പ് നാളുകൾ ഇടയാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.